ഹലോ ഫ്രണ്ട്സ്, വിർച്വൽ സ്പേസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് +2 മാത്തമാറ്റിക്സിലെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെട്രിസസിലെ 4ാമത്തെ എക്സസൈസാണ്. എക്സസൈസ് 3.4 ആണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി എക്സസൈസൊക്കെ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല, എത്ര 10-16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ 15 ക്വസ്റ്റ്യൻസും മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതിനകത്ത് മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സിന്, അതായത് കൈ കിടക്കുന്ന എനെ നമ്മളെന്താണ് എലമെൻ്ററി ട്രാൻസ്ഫോർമേഷൻസ് വഴി നമ്മളെന്താണ് ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മളൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ നമ്മളെന്താണ് ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ ഇവിടെ ഇതിനെ ഐഡൻറ്റിറ്റി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യുന്നോ അതേ ഓപ്പറേഷൻസൊക്കെ നമ്മുടെ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സിലും കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, I = A ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് കിട്ടും. അപ്പോൾ നമുക്കെന്താണ് ഈ ഒരു മെട്രിക്സ്, നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ പൊസിഷനിൽ നമുക്ക് എന്തെന്ന് കിട്ടും, എ ഇൻവേഴ്സ് നമുക്ക് കിട്ടും. ദെൻ ഇനി എന്താണ്, ഇനി നമ്മൾ ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ വെച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു റോ ഫുള്ള് കംപ്ലീറ്റ് 0 ആയി കിട്ടിയാൽ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും 2 റോസോ ഒന്നോ അതിലധികമോ റോസൊക്കെ 0 ആയിട്ട് കംപ്ലീറ്റ്ലി 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളൂ. എന്താണ് നമ്മൾ A = I × A, അതായത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു ദാറ്റ് ഗിവൺ മെട്രിക്സ് എന്ന് എഴുതുക. ദെൻ എന്താണ് എ എന്ന് പറയുന്ന മെട്രിക്സിന്, നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനെ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളൻ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റുക. അതേ ഓപ്പറേഷൻസ്, എലമെൻ്ററി ഓപ്പറേഷൻസ് ഒക്കെ നമ്മളെന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സിലും ചെയ്യുക. അപ്പോൾ നമുക്കെന്താണ് ആ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്ക് ഇൻവേഴ്സ് മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് 1 - 1 2 3. ഇതെന്താണ്, ഇതൊക്കെ 2x2 മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് റോ നോക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്, A = ഇതാണ്. ദെൻ നമുക്ക് എങ്ങനെ എഴുതണം, A = IA എന്ന് എഴുതണം. അപ്പോൾ എന്താണ് 1 - 1 2 3 = 1 0 0 1 എന്ന് എഴുതണം ഇൻറ്റു എ. ഇനി എന്താണ്, നമ്മൾ ഈ തന്നിട്ടുള്ള എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കിയിട്ട് ട്രാൻസ്ഫോം ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഒന്നെങ്കിൽ കോളൻ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കുക, അല്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിക്കുക. ഞാനിപ്പോൾ എന്താണ് റോ ട്രാൻസ്ഫോർമേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് റോയിൽ നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റ് A11 എന്ന് പറയുന്ന എലമെൻറ്റ് എന്താണ് 1 തന്നെയാണ്. നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സിലും 1 തന്നെയാണ് വേണ്ടത്. പക്ഷേ നമുക്ക് എന്താണ് സെക്കൻഡ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്താണ് വേണ്ടത്, 0 ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ എന്താണ് 2 ആണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിനെ എന്ത് ഓപ്പറേഷൻ ചെയ്താലാണ് നമുക്ക് ആ 2 0 ആയി മാറുക, 2ൽ നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. നമുക്ക് മേലെ എന്താണ് 1 ആണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് റോ 1 ഇൻറ്റു 2. അപ്പോൾ എന്താണ് ഇത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ എഴുതി ചെയ്യാം. അപ്പോൾ നമുക്ക് 1 - 1 അങ്ങനെ തന്നെ എഴുതുക. ഫസ്റ്റ് റോ അതെ ഒരു ചേഞ്ചും ഇല്ല, അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ 2 - 2 എന്ത് വരും, 0 എന്ന് വരും. 3 മൈനസ് എത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്, -1 ഇൻറ്റു 2. അപ്പോൾ എന്തായി, ഇവിടെ -2 ആയി. അപ്പോൾ 3 - -2 അപ്പോൾ എന്ത് വരും, 5 എന്ന് വരും. = ഇനി എന്താണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസൊക്കെ നമ്മുടെ ഈ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സിലും ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് റോ ഒരു ചേഞ്ച് ഇല്ല, അതങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, R2 0 മൈനസ് എന്താണ് 2 ഇൻറ്റു R1 എന്താണ് 1 ആണ്. അപ്പോൾ എന്താ വരിക, -2 എന്ന് വരും. ദെൻ എന്താണ് 1 മൈനസ് 2 ഇൻറ്റു R1 അപ്പോൾ എന്താണ് 0 ആണ്. അതുകൊണ്ട് അവിടെ ചേഞ്ച് ഒന്നുമില്ല, 1 എന്ന് വരും ഇൻറ്റു എ. ഇനി എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇവിടെ 0 കിട്ടി. ഇനി ഇതെന്താക്കണം, ഇതിനെ 1 ആക്കണം. അത് സിമ്പിളാണ്. അപ്പോൾ റോ 2 ചേഞ്ചസ് ടു റോ 2 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 1 - 1. ഫസ്റ്റ് റോ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ 0/5 എന്താണ് 0 തന്നെയാണ്. അപ്പോൾ 5/5 എത്രയാണ്, 1 ആണ്. അതങ്ങനെ തന്നെ എഴുതി. = 1 0. ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഒന്നുമില്ല, അങ്ങനെ തന്നെ എഴുതുക.
ദെൻ റോ 2 എത്രയാണ് -2 ഡിവൈഡഡ് ബൈ 5 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ -2/5 എന്ന് എഴുതുക. അത് കഴിഞ്ഞാൽ എന്താണ് 1/5 എന്ന് എഴുതുക ഇൻറ്റു എ. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനി ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് എന്താക്കണം 0 ആക്കി മാറ്റണം. അപ്പോൾ എന്താണ് 1 മൈനസ് ഫസ്റ്റ് റോ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ റോ 1 ചേഞ്ചസ് ടു ഇതിനകത്ത് കൂടെ ഈ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഒരു എലമെൻറ്റ് 0 ആയിക്കോളും. ഇവിടെ എന്താണ് 0 ആയതുകൊണ്ട് ഈ എലമെൻറ്റിന് ചേഞ്ച് ഒന്നും സംഭവിക്കില്ല. സോ റോ 1 ചേഞ്ചസ് ടു റോ 1 പ്ലസ് റോ 2. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക 1 പ്ലസ് 0 നമുക്ക് എന്തെന്ന് കിട്ടും 1 എന്ന് കിട്ടും. ദെൻ -1 പ്ലസ് 1 എന്ത് കിട്ടും 0 എന്ന് കിട്ടും. 0 1 സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. അപ്പോൾ നമ്മളെന്താണ് ഇവിടെ ഒരു തെറ്റ് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഈ ഒരു സിമ്പൽ 2 വര വെറുതെ ഇടുന്നത് എന്താണ് ഡിറ്റർമിനൻ്റ് ആണ്. നമ്മൾ മാട്രിക്സ് എപ്പോഴും അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ഇടുക. അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഇനി എന്താണ് നമ്മുടെ ഐഡൻറ്റിറ്റി മാട്രിക്സിലും നമ്മൾ ചേഞ്ച് വരുത്തണം. അപ്പോൾ സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഫസ്റ്റ് റോ എങ്ങനെയായിരുന്നു എന്താ ചെയ്യേണ്ടത് റോ 1 പ്ലസ് റോ 2 -2/5. അപ്പോൾ എന്ത് വരും 5 - 2/5 = 3/5 എന്ന് വരും. ഇനി അടുത്തത് ആരാണ് 0 ആണ്. 0 + 1/5 = 1/5 എന്ന് വരും. അപ്പോൾ നമുക്കെന്താണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ വഴി ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. അതേ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് നമുക്കെന്താണ് പുതിയൊരു മെട്രിക്സായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണെന്ത് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം A = A ഇൻവേഴ്സ് ഇൻറ്റു A. ദറ്റ് ഈസ് A ഇൻവേഴ്സ് = 3 1 -2 1. നമുക്ക് ആ 5നെ വേണമെങ്കിൽ പുറത്തേക്ക് എടുത്ത് എഴുതാം, അതല്ല ഉള്ളിൽ എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഇതാണെന്ത് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം 2 1 1 2. ഇതാണ് നമ്മുടെ എന്ന് പറയുന്ന മെട്രിക്സ്. നമ്മളത് എഴുതി വെക്കുക A = 2 1 1 2. ദെൻ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് A = IA എന്ന് എഴുതി വെക്കുക. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂടി എഴുതുക I = A ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് എഴുതി വെക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇത് നമുക്ക് ലാസ്റ്റ് എഴുതിയാലും മതി. ഇനി A എന്ന് പറയുന്ന മെട്രിക്സ് 2 1 1 2 2 1 1 2 അല്ല 1 1 ആണ്, സോറി, = 1 0 0 1 ഇൻറ്റു A. പിന്നെ അടുത്ത് നമുക്ക് എന്താണ് നമ്മുടെ പൈവോട്ട് എലമെൻറ്റ്, അതായത് ഫസ്റ്റ് റോയിലുള്ള എലമെൻറ്റ് നമുക്ക് എന്താക്കി മാറ്റണം 1 എന്നാക്കി മാറ്റണം. അപ്പോൾ നമ്മളെന്താണ് സെക്കൻഡ് റോയിലേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 - 1 ചെയ്താൽ മതി. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം റോ 1 ചേഞ്ചസ് ടു ഇൻ്റർചേഞ്ചസ് ടു റോ 2. നമുക്കെന്താണ് ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ 1 1 2 1 എന്ന് കിട്ടും. = 0 1 1 0 എന്ന് കിട്ടും. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ ആയതാണ്. സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇടണം. എന്താണ് ഇനി അടുത്തത് ഇവിടെ 1ഉം സെക്കൻഡ് റോയിൽ 2 ആണ് കിടക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യണം ഈ 2നെ നമ്മൾ 0 ആക്കണം. അപ്പോൾ 2 0 ആവണമെന്നുണ്ടെങ്കിൽ 2 - 2 ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താണ് ഫസ്റ്റ് റോയിൽ കിടക്കുന്നത് 1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ് റോ 2 മൈനസ് റോ 1 ഇൻറ്റു 2 എന്ന് ചെയ്യണം. നമ്മൾ എഴുതി വെക്കുക റോ 2 ചേഞ്ചസ് ടു റോ 2 -2 r റോ 1. അപ്പോൾ എന്താ വരിക നമ്മുടെ ആൻസർ 1 1. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, സെക്കൻഡ് റോയിൽ 0 വരും. ദെൻ അടുത്തത് എന്താണ് 1 എന്ന് പറയുന്ന എലമെൻ്റാണ് ഇവിടെ കിടക്കുന്നത്. 1 - 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക -1 എന്ന് കിട്ടും. = ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല, സെക്കൻഡ് റോയിൽ എലമെൻറ്റ്സ് എന്താണ് 1 0 അല്ലേ. 1 -
ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വരില്ല. 1 മൈനസ് 2 ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത എലമെൻ്റ് ആരാണ്? 0 ആണ്. അപ്പോൾ 0 മൈനസ് 2 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന് വരും ഇൻറ്റു എ. ദെൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 0 ആക്കണം. സീറോ അല്ല, ഈ ഒരു എലമെൻറ്റ് എന്താക്കണം? -1 എന്നാണ് കിടക്കുന്നത്, 1 എന്നാക്കണം. അപ്പോൾ എന്ത് ചെയ്യുക? റോ 2 ചേഞ്ചസ് ടു റോ 2 ഡിവൈഡഡ് ബൈ -1 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1 1 0 1 എന്ന് കിട്ടും. ദെൻ 0 1 -1 2 എന്ന് കിട്ടും ഇൻറ്റു എ. നിങ്ങളെപ്പോഴും അത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇടാൻ ശ്രമിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ഈ ഒരു എലമെൻറ്റിനെ നമ്മൾ 0 ആക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് 0, അതായത് റോ 1 മൈനസ് റോ 2 ചെയ്താൽ മതി. റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് റോ 2 ചെയ്യുക. അപ്പോൾ എന്താ? 1ൽ നിന്ന് 0 പോയി കഴിഞ്ഞാൽ 1 തന്നെ, 1ൽ നിന്ന് 1 പോയി കഴിഞ്ഞാൽ 0 ആവും. 0 1 സെക്കൻഡ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. ഈക്വൽ ടു ഇനി ഇവിടെ എന്താണ്? റോ 1 മൈനസ് റോ 2. അപ്പോൾ എന്താണ്? -1 ആണ്. അപ്പോൾ 0 മൈനസ് -1 എന്ത് വരും? 1 എന്ന് വരും. അടുത്തത് 1 ആണ്. 1 മൈനസ് 2 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -1 എന്ന് വരും. ദെൻ റോ 2ന് ചേഞ്ച് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു എ. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം: I ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. ദെൻ എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ഇൻറ്റു 2. അപ്പോൾ എന്താണ്? നമ്മുടെ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 1 3 2 7. അപ്പോൾ എ ഈസ് ഈക്വൽ ടു തന്നിട്ടുള്ള മാട്രിക്സ് നമ്മൾ എഴുതണം. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. ദെൻ 1 3 2 7 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡ് എലമെൻറ്റിനെ, അതായത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് നമുക്ക് ആരാവണം? 0 ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് ആരാണ്? 1 ആണ്. സോ 2 ഇൻറ്റു R1 ചെയ്യണം. ദാറ്റ് ഈസ് 1 3. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. 2 മൈനസ് 2 എത്ര വരും? 0 എന്ന് വരും. ദെൻ 7 മൈനസ് 2 ഇൻറ്റു 3 എത്ര വരും? 1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ്? ഒറ്റ ട്രാൻസ്ഫോർമേഷനിൽ തന്നെ നമ്മുടെ സെക്കൻഡ് റോ എന്താണ്? 2 എലമെൻറ്റ്സും ചേഞ്ച് ആയിട്ടുണ്ട്, നമുക്ക് വേണ്ട വിധത്തിലായിട്ടുണ്ട്. ഇനി എന്താണ്? നമുക്ക് ഇവിടെ ഫസ്റ്റ് റോയിൽ ചേഞ്ച് ഒന്നുമില്ല, 1 0 അങ്ങനെ തന്നെ എഴുതുക. ദെൻ 0 1നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 0 മൈനസ് 2 ഇൻറ്റു R1. അപ്പോൾ എന്ത് വരും? -2 എന്ന് വരും. ദെൻ 1 മൈനസ് 2 ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും ഇൻറ്റു എ എന്ന് എഴുതുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ 3 എന്ന് പറയുന്ന എലമെൻറ്റിനെ നമുക്ക് എന്താക്കണം? 0 ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്? താഴെ നോക്കുക. ഇവിടെ 1, അതായത് ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് റോ 1ലെ ഫസ്റ്റ് എലമെൻറ്റിൽ നിന്ന് നമുക്ക് എന്താണ്? റോ 2 എലമെൻറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും സംഭവിക്കില്ല. സോ അവിടെ 0 ആയതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് 3 റോ 2. അപ്പം നമുക്ക് എന്ത് വരും? 1 0 0 1. റോ 2ന് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഇസ് ഈക്വൽ ടു ഇനി ഇവിടെ നോക്കുമ്പോൾ എന്താണ്? -2 1 അങ്ങനെ തന്നെ എഴുതുക. ഇനി എന്താണ്? 1 മൈനസ്, അതായത് 1 മൈനസ് എത്രയാണ്? 3 ഇൻറ്റു -2. ഇതാണ് R2 എലമെൻറ്റ്. അപ്പോൾ എന്ത് വരിക? മൈനസും മൈനസും ക്യാൻസൽ ആവും. അപ്പോൾ 1 പ്ലസ് 3 ഇൻറ്റു 2 അപ്പോൾ എത്രയാണ്? അത് 7 ആണ്. അടുത്തത് എന്താണ്? 0 എന്നാണ്. അടുത്ത എലമെൻറ്റ് എന്താണ്? 0 ആണ്. 0 മൈനസ് 3 ഇൻറ്റു 1 ആണ്. അപ്പോൾ എന്താ വരിക? -3 എന്ന് വരും. ഇനി നമ്മൾ എന്ത് എഴുതണം? I ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതണം. ഇനി നമുക്ക് എന്താണ്? അപ്പോൾ നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഏതാണ്? 7 -3 -2 1 എന്നാണ്. ഇവിടെ എന്തായാലും സ്ഥലമില്ല, നമുക്ക് അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ മെട്രിക്സ് ഏതാണ്? 7 -3 -2 1 എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്
ഈസ് ഈക്വൽ ടു എത്രയാ 2 3 5 7. നമുക്ക് എന്ത് എഴുതണം? എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതണം. ദെൻ 2 3 5 7 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ എന്ന് എഴുതുക. ദെൻ ഇനി എന്താണ്? നമുക്ക് ഇതിനകത്തൊന്നും 1 എന്ന് കാണുന്നില്ല. അപ്പോൾ നമുക്ക് റോ ഇൻ്റർചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമുക്ക് പൈവോട്ട് എലമെൻറ്റ് എന്താക്കണം? 1 ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 3/2. ദെൻ റോ 2 എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒന്നും ചേഞ്ച് ഇല്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ 2-3 ട്രാൻസ്ഫോർമേഷൻസ് ഒക്കെ, അതായത് എല്ലാ ട്രാൻസ്ഫോർമേഷൻസും ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ചെയ്തു പോകാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാനതും കൂടി ചെയ്യാണ്. നമുക്കെന്താണ്? ഇപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ മെട്രിക്സിലെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് 1ഉം 3/2 ആണ്. ഞാൻ എന്ത് ചെയ്യണം? സെക്കൻഡ് റോയിലെ എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 5 റോ 1 ചെയ്താൽ മതി. ഞാൻ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ഡയറക്റ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളിത് ചെയ്ത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അതെല്ലാം ഓരോ സ്റ്റെപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്ക് 0 ആയി മാറും. ഇനി നമ്മൾ ആ 7നെ എന്ത് ചെയ്യണം? 7 മൈനസ് 5 ഇൻറ്റു 3/2. അപ്പോൾ എത്ര വരിക? 7 മൈനസ് 15 ഇസ് ഈക്വൽ ടു 14 മൈനസ് 15/2 ഇസ് ഈക്വൽ ടു -1/2. അപ്പോൾ കൺഫ്യൂഷനുള്ളവർ എന്താണ്? ഒറ്റ ട്രാൻസ്ഫോർമേഷൻ മാത്രം ചെയ്ത് പോയാൽ മതി. ഇനി നമുക്കെന്താണ്? ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സിൽ ഇതേ ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. ഫസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എന്തായിരുന്നു? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡ് ബൈ 2. അപ്പോൾ 1/2 ദെൻ 0. ദെൻ സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്? റോ 2 ആരാണ്? 0 മൈനസ് 5 ഇൻറ്റു R1. അപ്പോൾ എന്ത് വരും? -5 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ദെൻ 1 മൈനസ് 0 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. 1 എന്ന് തന്നെ എഴുതുക, ഇൻറ്റു എ എന്ന് എഴുതുക. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ -1/2നെ 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു -2 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോയിൽ എന്താ വരിക? 0 എന്ത് വരും? 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1/2. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോയിൽ -5 ഇൻറ്റു -2. അപ്പോൾ മൈനസ് ക്യാൻസലായി പോവും. ദെൻ ഡിനോമിനേറ്ററിൽ 2, അതായത് -2 ഇൻറ്റു 5/2 ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ക്യാൻസലായി, 2 ഇൻറ്റു ക്യാൻസലായി 5 എന്ന് വരും. ദെൻ അടുത്ത എലമെൻ്റ് ആരാണ്? 1 ആണ്. 1 ഇൻറ്റു -2 ചെയ്ത് കഴിഞ്ഞാൽ -2 എന്ന് വരും, ഇൻറ്റു എ. ഇനി എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് 3/2നെ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 3/2 മൈനസ് ഒരു 3/2 ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ എന്ത് വരും? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റോ 2 ചെയ്താൽ മതി. ദാറ്റ് ഈസ് 1 മൈനസ് 3/2 ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 1 എന്ന് തന്നെ വരും. 3/2 മൈനസ് 3/2 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? അത് 0 എന്ന് വരും. 0 1. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോ നമുക്ക് അങ്ങനെ തന്നെ എടുത്തെഴുതാം. ഫസ്റ്റ് റോയിൽ എന്താണ് ചെയ്യേണ്ടത്? 1/2. നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ചെയ്താൽ മതി. അതല്ല, ഓപ്പറേഷൻ വേണമെങ്കിൽ സൈഡിൽ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ താഴത്ത് തന്നെ എഴുതണം. അപ്പോൾ എന്താണ് നമ്മുടെ 1/2 മൈനസ് 3/2 ഇൻറ്റു 5. ഇപ്പോൾ എത്ര വരും? ഇവിടെ 15/2 എന്ന് വരും. അപ്പോൾ 1 മൈനസ് 15/2 ഈസ് ഈക്വൽ ടു -14 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -7. ദെൻ നെക്സ്റ്റ് എലമെൻ്റ് ആരാണ്? 0 ആണ്. 0 മൈനസ് 3/2 ഇൻറ്റു -2. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്തു പോകും, 2 ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ എന്ത് വരും? 3 എന്ന് വരും. നമ്മുടെ ആൻസർ എന്താണ്? -7 3 5 -2 ഇൻറ്റു എ. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം. I ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ.
ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എന്തെന്നാണ് -7 3 5 -2. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇത് A⁻7 എന്നൊക്കെ ആയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് എ ഇൻവേഴ്സ് എന്നൊക്കെ എഴുതണം. അടുത്ത ക്വസ്റ്റ്യൻ 2 1 7 4 എ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതുക. എന്നിട്ട് നമ്മൾ എന്താ എഴുതുക? നമ്മുടെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ, ദാറ്റ് ഈസ് 2 1 7 4 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പൈവറ്റ് ഫസ്റ്റ് എലമെൻ്റ് എന്താണ്? നമുക്ക് 1 ആണ് വേണ്ടത്. നമുക്ക് എന്താണ് 2 ആണ് കിടക്കുന്നത്. സോ R1 ചേഞ്ചസ് ടു R1 ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ 1 എന്ന് വരും, 1/2 എന്ന് വരും. ദെൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യാം. വേണ്ട, നമുക്ക് അടുത്തതിൽ ചെയ്യാം. ഈസ് ഈക്വൽ ടു നമ്മളെന്താണ് ചെയ്തത്? ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 1/2 0 0 1. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഫസ്റ്റ് റോയിൽ നമ്മളെന്താണ് റോ 1 ഡിവൈഡ് ബൈ 2 ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1/2 എന്ന് എഴുതുക. 0/2 എന്താണ് 0 തന്നെ. ഇനി നമുക്ക് അടുത്ത ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ 7 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിനെ 7 എന്ന് പറയുന്ന ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 7 - 1 ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ 7 - അതായത് റോ 2 ചേഞ്ചസ് ടു റോ 2 - 7 ഇൻറ്റു റോ 1 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. 1 1/2 എന്ന് എഴുതുക. ദെൻ ഇവിടെ 0 എന്ന് എഴുതുക. ദെൻ നമ്മുടെ ഈ ഒരു എലമെൻറ്റ് ഇവിടുത്തെ ആരാണ്? 4 ആണ്. അപ്പോൾ 4 - 7 ഇൻറ്റു റോ 1 ആരാണ്? 1/2 2 എഴുതുക. 8 - 7/2 ഈസ് ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. അതെന്താണ്? 1/2 എന്ന് എഴുതുക. ഇതാണ് മാട്രിക്സ് എ ഇൻറ്റു ഈസ് ഈക്വൽ ടു. ഇനി ഫസ്റ്റ് ഇവിടെ എന്താണ്? നമുക്ക് റോ 2ൽ 0. ഫസ്റ്റ് റോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോ എന്താ ചെയ്യേണ്ടത്? റോ 2 -7 ഇൻറ്റു റോ 1. അപ്പോൾ -7/2 എന്ന് വരും. ദെൻ 1 എന്താണ്? 7 ഇൻറ്റു 0 ആണ്. അപ്പോൾ 1 തന്നെ വരും ഇൻറ്റു എ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവനെ 1 ആക്കണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പോൾ റോ 2 ചേഞ്ചസ് ടു 2 ഇൻറ്റു റോ 2, ദാറ്റ് ഈസ് 1 1/2 0 and 1 ഈസ് ഈക്വൽ ടു. ഇവിടെ എന്താണ്? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ എന്താണ്? -7/2 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ -7 വരും. ദെൻ ഇവിടെ 2 എന്ന് വരും ഇൻറ്റു എ എന്ന് വരും. ഇനി അടുത്ത ആരാണ്? നമുക്ക് ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. 0 ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിനെന്താണ്? 1/2 മൈനസ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് എന്താ ചെയ്താൽ മതി? റോ 2/2 ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 1 0 0 1 ഈസ് ഈക്വൽ ടു. നമ്മുടെ സെക്കൻഡ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. -7 2 അങ്ങനെ തന്നെ എഴുതുക. ദെൻ നമ്മുടെ ഫസ്റ്റ് 1/2 മൈനസ് റോ 2 എലമെൻ്റ് ആരാണ്? 7 ആണ്. -7 ആണ്. അപ്പോൾ അത് നമുക്ക് പ്ലസ് ആക്കി ബൈ 2. അപ്പോൾ എന്ത് വരും? 1/2 + 7/2 ഈസ് ഈക്വൽ ടു 8/2 ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദെൻ അടുത്ത എലമെൻ്റ് എന്താണ്? 1 ആണ്. അപ്പോൾ 1 - 2/2 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? അപ്പോൾ നമ്മളെന്താണ് ഇവിടുന്ന് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്തതിൽ ഈ ഒരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ചെയ്തതിനകത്ത് തെറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് ഇവിടുത്തെ ഈ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 1 അല്ല, ഇത് 0 തന്നെയാണ്. ഇപ്പോൾ നമ്മളെന്താണ് ഇവിടെ റോ 2 ചേഞ്ചസ് ടു റോ 2 - 7 ഇൻറ്റു റോ 1 എന്നാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഈ ഒരു പൊസിഷൻ ഇവിടെ എന്തുമാണ്? ഇവിടെ നിന്നാണ് തെറ്റിയിട്ടുള്ളത് തോന്നുന്നുണ്ട്. റോ 1ൽ നിന്ന് റോ 1 ചേഞ്ചസ് ടു റോ 1/2 ചെയ്യണം. അപ്പോൾ എന്താണ്? 1 1/2 ആയി. 0 0 തന്നെ ആയി. അടുത്തതിൽ നമുക്കെന്താണ്? റോ 2 മാത്രമാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് 0 ആണ്, ഇതും 0 ആണ്. ദെൻ ഇനി ഇവിടെ എന്താണ് ചെയ്യാനുള്ളത്? റോ 1 0 -
റോ 2 ഇസ് ഈക്വൽ ടു -1. ഇവിടെ -1 ആണ് വരുന്നത്. അപ്പോൾ ഇൻറ്റു എ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഐ ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ദാറ്റ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 4 -1 -7 2. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എത്രയാണ്? എ ഈസ് ഈക്വൽ ടു 2 5 1 3. അപ്പോൾ നിങ്ങളെപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ ഇടാൻ ശ്രമിക്കണം. അങ്ങനെ ഇവിടെ നമുക്ക് പൈവോട്ട് എലമെൻറ്റ് 1 ആണ് വേണ്ടത്. അല്ല, ഫസ്റ്റ് നമുക്ക് ഇക്വേഷൻ എഴുതണം. എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ, ദെൻ 2 5 1 3 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. ദെൻ നമുക്കെന്താണ് പൈവോട്ട് എലമെൻറ്റ് 1 ആക്കണം. നമുക്കെന്താണ് റോ 2ൽ 1 ആണ് കിടക്കുന്നത്. സോ നമുക്കെന്താണ് റോ 1 ഇൻ്റർചേഞ്ചസ് ടു റോ ഇൻ്റർചേഞ്ചസ് വിത്ത് റോ 2. ദാറ്റ് ഈസ് 1 3 2 5 is equal to 0 1 1 0 into a. ഇനി എന്താണ്? നമുക്ക് റോ 2ലെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 0 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 2 റോ 1. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതുക. 0 ദെൻ 5 മൈനസ് 2 ഇൻറ്റു 3 എത്ര വരും? -1 എന്ന് വരും അല്ലേ? 5 ഇൻറ്റു 2 ഇൻറ്റു 3 എത്ര വരും? -1 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ എന്താണ്? 1 മൈനസ് 0 ആണ്, അപ്പോൾ 1 അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ 0 മൈനസ് 2 ഇൻറ്റു റോ 1 ഈസ് ഈക്വൽ ടു -2 എന്ന് എഴുതുക ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 1 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? റോ 2 ചേഞ്ചസ് ടു റോ 2 ഡിവൈഡഡ് ബൈ -1. അപ്പോൾ എന്താ വരിക? 1 3 0 1 ഇസ് ഈക്വൽ ടു 0 1. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, ഇവിടെ -1 വരും, ഇവിടെ +2 എന്ന് വരും ഇൻറ്റു എ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ 3 0 ആയി മാറണം. അപ്പോൾ എന്ത് ചെയ്യണം? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് 3 ഇൻറ്റു റോ 2. ദാറ്റ് ഈസ് റോ 1ന് ഇവിടെ ഫസ്റ്റ് എലമെൻറ്റ് എന്താണ്? 1 ആണ്. 1 മൈനസ് 3 ഇൻറ്റു 0 എന്ത് വരും? 1 എന്ന് തന്നെ വരും. ദെൻ 3 മൈനസ് 3 ഇൻറ്റു റോ 2. 2 ഇൻറ്റു 1 എന്താ? അല്ല, 3 ഇൻറ്റു 1 3 ആണ്. അപ്പോൾ ഇവിടെ 0, ഇവിടെ 0. റോ 2ന് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതും. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഇനി 1 -1ഉം 2 അങ്ങനെ തന്നെ എഴുതുക. റോ 2ന് ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 0 മൈനസ്, അതായത് 0 മൈനസ് 3 ഇൻറ്റു -1. അപ്പോൾ എന്ത് വരും? പ്ലസ് ആവും. 3 എന്ന് എഴുതുക. ദെൻ ഇവിടെ ഞാൻ വെറുതെ എഴുതിയതാണ്, നിങ്ങളൊരു സൈറ്റിൽ ചെയ്ത് നോക്കണം ഈ ഓപ്പറേഷൻസൊക്കെ. ഇവിടെ എന്താ വരേണ്ടത്? നമ്മുടെ റോ 1 എലമെൻ്റ് ആരാണ്? 1 ആണ്. -3 ഇൻറ്റു 2 എത്ര വരിക? -5 എന്ന് വരും. ഇനി നമുക്ക് അങ്ങനെ എഴുതാം. ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈസ് ദെൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു 3 -5 -1 2. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ് എന്ന് പറയുന്ന മാട്രിക്സ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. എ ഈസ് ഈക്വൽ ടു എന്താണ്? 3 1 5 2. അപ്പോൾ നമുക്ക് എന്താണ് എലമെൻറ്റ്സ് ചേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളൊരു മെട്രിക്സ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത്? എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ എന്ന് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ എ എന്ന് പറയുന്ന മാട്രിക്സ് എന്താണ്? 3 1 5 2 ഇസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. നമുക്ക് എന്താ ചെയ്യേണ്ടത്?
നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് 1 ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് 1/3, 5, 2 is equal to 1/3, 0, 0, 1 ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് നമുക്കെന്താണ്? ഈ 5നെ 0 ആക്കി മാറ്റണം. അപ്പോൾ റോ 2 ചേഞ്ചസ് ടു എന്ത് ചെയ്യണം? R2 മൈനസ് 5R1 ചെയ്തു. അതായത് സെക്കൻഡ് റോ മൈനസ് 5 ഇൻറ്റു ഫസ്റ്റ് റോ. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഇവിടെ 0 വരും. ദെൻ 2 മൈനസ് 5 ഇൻറ്റു 1/3 ഈസ് ഈക്വൽ ടു 6 മൈനസ് 5/3 ഈസ് ഈക്വൽ ടു 1/3 ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോയ്ക്ക് എന്താണ്? ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോ എന്താണ്? 0 മൈനസ് 5/3, അപ്പോൾ മൈനസ് 5/3. അടുത്തത് 1 മൈനസ് 0 ആണ്, 1 അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഇൻറ്റു എ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നിങ്ങൾ ഈ ഓപ്പറേഷൻസൊക്കെ ഒരു സൈഡിൽ ഒത്തിക്ക് ചെയ്തിടണം. ഞാൻ അവിടെ സ്ഥലത്തോണ്ട് അങ്ങനെ ചെയ്ത് പോണതാണ്. ഇനി എന്താണ്? ഈ ഒരു എലമെൻറ്റിനെ നമ്മളെന്താണ്? 1 ആക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു 3 എന്ന് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/3, 0, 1 ഈസ് ഈക്വൽ ടു 1/3, 0, മൈനസ് 5/3 എന്തായി മാറും? മൈനസ് 5/3 ഇൻറ്റു 3 എന്ത് വരും? -5 എന്ന് വരും. ദെൻ 1 ഇൻറ്റു 3 എന്ത് വരും? 3 എന്ന് വരും. ഇൻറ്റു എ. ഇനി നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് ആ 1/3 എന്താക്കണം? 0 ആക്കി മാറ്റണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ റോ 1 ഇൻറ്റു ചേഞ്ചസ് ടു റോ 1 മൈനസ് റോ 2/3 ചെയ്താൽ മതി. അപ്പോൾ റോ 2ന് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. 1 മൈനസ് 0/3 എന്താണ്? 1 തന്നെ വരും. 1/3 മൈനസ് 1/3 എന്ത് വരും? 0 എന്ന് വരും. നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ഈസ് ഈക്വൽ ടു റോ 2 അങ്ങനെ തന്നെ എഴുതുക, ചേഞ്ചസ് ഒന്നുമില്ല. ഇനി എന്താണ്? നമ്മൾ എന്താ ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? R1 1/3 മൈനസ് 5/3 ഇപ്പം എന്ത് വരും? 6/3 ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. അതവിടെ എഴുതി കൊടുക്കുക. അടുത്തത് എന്താണ്? 0 മൈനസ് 3/3 ഈസ് ഈക്വൽ ടു -1 എന്ന് വരും. അപ്പോൾ എന്താണ്? നമ്മുടെ ഇൻറ്റു എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താണ്? I ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു A എന്ന് എഴുതുക. ദെൻ A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2 -1 -5 3. നമ്മുടെ ഇൻവേഴ്സ് മാട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഏതൊക്കെ ചെയ്ത്? 7ാമത്തെ ക്വസ്റ്റ്യനാണ് ചെയ്ത് കഴിഞ്ഞത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 4, 5 A ഈസ് ഈക്വൽ ടു 4, 5, 3, 4. ദെൻ നമ്മുടെ ഇക്വേഷൻ എന്താണ്? A ഈസ് ഈക്വൽ ടു I ഇൻറ്റു A, ദാറ്റ് ഈസ് 4, 5, 3, 4 ഈസ് ഈക്വൽ ടു 1, 0, 0, 1 ഇൻറ്റു A. ഇനി എന്താണ്? നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് എന്താക്കണം? 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എന്ത് വരും? 1 5/4 3 4 is equal to 1/4 0 0 1 ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 0 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യാം? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 3 റോ 1 ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഇവിടെ 0 വരും. ദെൻ 4 മൈനസ് 15/4 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? നമുക്ക് ചെയ്ത് നോക്കാം. 16 1/4 എന്ന് വരുന്നുണ്ട്. എത്രയാണ്? 4 മൈനസ് 3 ഇൻറ്റു 5/4 ദാറ്റ് ഈസ് 4 മൈനസ് 15/4. അപ്പോൾ എന്ത് വരും? 16 മൈനസ് 15/4 എന്ന് വരും. അപ്പോൾ ദാറ്റ് ഈസ് 1/4 എന്ന് വരും. ഇസ് ഈക്വൽ ടു എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതാം, 1/4ഉം 0യും. ദെൻ 0 മൈനസ് എത്രയാ? 5/4. അപ്പോൾ മൈനസ് 5/4 എന്ന് എഴുതി കൊടുക്കുക. അടുത്തത് 1 മൈനസ് 0. അപ്പോൾ എന്താണ്? 1 ഇൻറ്റു എ.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഇവിടെ 1/4 ഉണ്ട്, ഇതിനെ 1 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓപ്പറേഷൻ റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു 4 ചെയ്യണം. അപ്പോൾ എന്ത് വരും? നമ്മുടെ മെട്രിക്സ് 1 ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, 1/4 അങ്ങനെ തന്നെ എഴുതുക, 0 അങ്ങനെ തന്നെ എഴുതുക, 1 ആക്കി മാറ്റുക, 1/4നെ 1 ആക്കുക, ഇസ് ഈക്വൽ ടു നമുക്ക് ഫസ്റ്റ് റോ 1/4ഉം 0 അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ -5/4 ആണ്. അപ്പോൾ -5/4 ഇൻറ്റു 5 എന്താണ്? ഇൻറ്റു 4 എന്താണ്? -5 എന്ന് വരും. ദെൻ 1 ഇൻറ്റു 4 എന്താണ്? 4 എന്ന് വരും. ഇൻറ്റു എ എന്ന് എഴുതുക. ഇനി അടുത്ത ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഈ 5/4നെ 0 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യുക? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് 5/4 ഇൻറ്റു റോ 2 ചെയ്യുക. ദാറ്റ് ഈസ് 1. ഇവിടെ എന്താണ്? ഇവിടെ 0 വരും, ഇവിടെ 0, ഇവിടെ 1. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെ സെക്കൻഡ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ എഴുതുക. ദെൻ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? റോ 1 -5 അല്ല, റോ 1 അല്ലേ, 1/4 മൈനസ് 5/4 ഇൻറ്റു -5. അപ്പോൾ മൈനസും ക്യാൻസൽ ചെയ്ത് കളയുക. ഇവിടെ ഇപ്പം എന്താണ്? 1/4 മൈനസ് 25/4 is equal to -24/4 is equal to -6 എന്ന് കിട്ടി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? ഞാനാണ് 0 മൈനസ് -5/4 ഇൻറ്റു 4. അപ്പോൾ എന്താണ്? 4 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ എത്ര വരും? 4 എന്ന് വരും. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻവേഴ്സ് ഒന്നല്ല, നമുക്കെന്താണ് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ മെട്രിക്സ് വരുന്നത് എന്താണ്? 4 5 then 3 4 ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത്. നമുക്ക് A is equal to IA എന്ന് എഴുതണം. ദാറ്റ് ഈസ് എന്താണ്? 4 5 3 4 is equal to എത്രയാണ്? 1 0 0 1 ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഫസ്റ്റ് എന്താണ്? 5 ഇൻറ്റു A എന്ന് എഴുതണം. 5 എലമെൻറ്റിനെ നമുക്ക് 1 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യാം? റോ 1 ചേഞ്ചസ് ടു റോ 1 /4 ചെയ്താൽ മതി. അപ്പോൾ 4/4 എന്ത് വരും? 1 എന്ന് വരും. 5/4 എന്ന് അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. പിന്നെ എന്താണ്? 3 and 4 അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഇസ് ഈക്വൽ ടു 1/4 0 0 1 എന്ന് എഴുതുക, ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താണ് അടുത്ത ഓപ്പറേഷൻ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് എന്താണ്? 0 ആക്കണം. അപ്പോൾ 0 ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 3 ഇൻറ്റു റോ 1 ചെയ്യുക. അപ്പോൾ എന്താണ്? നമുക്ക് ആ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്ത് നോക്കാം. നമ്മുടെ റോ 1 അങ്ങനെ തന്നെ എഴുതാം. നമുക്ക് എന്താണ്? അവിടെ ചേഞ്ചസ് ഒന്നും വരില്ല. 1 5/4 ഈസ് ഈക്വൽ ടു 1/4 0 പിന്നെ എന്താണ്? ഇൻറ്റു എന്നങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ഈ ഓപ്പറേഷൻസ് എന്താ ചെയ്യേണ്ടത്? 3 മൈനസ് 3 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 0. നമ്മളവിടെ എഴുതി കൊടുത്തു. അടുത്തത് എന്താണ്? 4 മൈനസ് 3 ഇൻറ്റു 5/4. അപ്പോൾ എത്രയാണ്? 4 മൈനസ് 15/4 എന്ന് വരും. അപ്പോൾ 16 മൈനസ് 15/4 ഈസ് ഈക്വൽ ടു 1/4 എന്ന് വരും. 1/4 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു 4 ചെയ്യുക. അപ്പോൾ ഇനി ഇതിനകത്ത് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല, അത് നമുക്ക് ചെയ്യണം. ഇവിടെ എന്തായാലും സ്ഥലമില്ല, അപ്പോൾ ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണ്? റോ 2 0 മൈനസ് 3 ഇൻറ്റു 1/4 ദാറ്റ് ഈസ് -3/4 എന്ന് വരും. അടുത്തത് എന്താണ്? 1 മൈനസ് 3 ഇൻറ്റു 0. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 എന്ന് തന്നെ വരും. നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അടുത്ത ഓപ്പറേഷൻസും കൂടി ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെയ്താം. 1 നമ്മുടെ റോ 1ന് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതുക. 0 ഇവിടെ 1 ഇസ് ഈക്വൽ ടു ഇവിടെ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോയിൽ എന്താണ്? -3 വരും, 4 വരും. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇയാളെ 0 ആക്കി മാറ്റണം, ഇൻറ്റു എ ചെയ്യണം. ഇവിടെ എന്താണ്? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് 5/4 ഇൻറ്റു റോ 2. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഇവിടെ 1 മൈനസ് 5/4 ഇൻറ്റു 0 ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് തന്നെ വരും. ഇനി ഇവിടെ എന്താണ്? 0വും ഇവിടെ 0 1. സെക്കൻഡ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ എഴുതുക. ഇനി ഇവിടെ എന്താണ്? റോ 1/4 മൈനസ് 5/4 ഇൻറ്റു -3. അപ്പോൾ ഈ -3 ഇത് ക്യാൻസൽ ചെയ്ത് കളയുക. ഇവിടെ ഇപ്പം എന്താണ്?
1/4 പ്ലസ് 5/4 ആണ്. 5 അല്ല, 15/4 ആണ്. ഇസിക്വൽ ടു 16/4 ആണ്. ഇസിക്വൽ ടു 4 ആണ്. അപ്പോൾ അതവിടെ എഴുതി കൊടുക്കണം. നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ് 4, ഇവിടെ -3, ഇവിടെ 4. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് അടുത്ത എലമെൻ്റ് ആരാണ്? 0 മൈനസ് 5/4 ഇൻറ്റു ആരാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് വരും? 4 ക്യാൻസൽ ചെയ്ത് കളയുക. നമുക്ക് -5 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? -5 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ എന്താ വരിക? -5 എന്നാണ് വരുന്നത്. ഇൻറ്റു എ എന്ന് എഴുതുക. ദാറ്റ് ഈസ് I ഈസ് ഈക്വൽ ടു A ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്. സോ A ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 4 - 3 - 5 4. ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? A ഈസ് ഈക്വൽ ടു 3 1 0 2 7. ഇനി എന്താണ്? A ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3 10 2 7 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. എന്താണ് ഇനി? പൈവോട്ട് എലമെൻറ്റ്. നമുക്ക് ഇവിടെ എന്താണ്? 3 ആണ് എടുക്കുന്നത്. അതിനെ നമ്മൾ 1 ആക്കണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യണം. അപ്പോൾ 1 10/3 2 7 ഈസ് ഈക്വൽ ടു 1/3 0 0 1 ഇൻറ്റു എ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു എലമെൻറ്റ് 0 ആക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? റോ 2 ചേഞ്ചസ് ടു റോ 2 മൈനസ് 2 റോ 1. അപ്പോൾ എന്താ വരിക? 1 10/3. ഇനി ഇവിടെ എന്ത് വരും? 0 വരും. അടുത്തത് 7 മൈനസ് 2 ഇൻറ്റു 10/3 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 21 മൈനസ് 20/3 ഈസ് ഈക്വൽ ടു 1/3 എന്ന് വരും. ഈക്വൽ ടു 1/3 0. എ അങ്ങനെ തന്നെ എഴുതി കൊടുക്കാം. ഫസ്റ്റ് റോ അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇവിടെ ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? 1 മൈനസ് 1 അല്ല, ഫസ്റ്റ് എലമെൻ്റ് ആരാണ്? 0 ആണ്. 0 മൈനസ് 2 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് -2/3. അടുത്ത എന്താണ്? 1 മൈനസ് 0 ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചേഞ്ച് ഇല്ല, 1 തന്നെ എഴുതാം. നമുക്ക് അടുത്ത ഓപ്പറേഷൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് 1 ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി? റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു 3. അപ്പോൾ നമ്മുടെ ഈ ഒരു മെട്രിക്സ് എന്തായി മാറും? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. 0 1 ഈക്വൽ ടു 1/3. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. -2 ദെൻ ഇവിടെ 3 ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ 0 ആക്കി മാറ്റണം. അതിനെന്ത് ചെയ്താൽ മതി? റോ 1 ചേഞ്ചസ് ടു റോ 1 മൈനസ് റോ 2 ഇൻറ്റു 10/3 ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? 1 0 സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതുക, ചേഞ്ചസ് ഒന്നുമില്ല. ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് ആദ്യം സെക്കൻഡ് റോ എടുത്ത് എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. ദെൻ എ ഇട്ട് കൊടുക്കുക. ഇനി എന്താണ്? 1/3 മൈനസ് 2 അല്ല -2 ഇൻറ്റു 10/3. അപ്പോൾ എന്താ വരിക? 1/3 പ്ലസ് 20/3 ഈസ് ഈക്വൽ ടു 21/3 ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൊടുത്ത എലമെൻ്റ് ആരാണ്? 7 ആണ്. ഇനി അടുത്ത എന്താണ്? 0 ആണ്. 0 മൈനസ് റോ 2 3 ഇൻറ്റു 10/3. 3 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ എന്താ വരും? -10 എന്ന് വരും. ഇനി നമുക്ക് എന്താ എഴുതാം? I ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ എ ഇൻവേഴ്സ് ഏതാണ്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയിട്ടുള്ള മെട്രിക്സ് 7 - 10 2 -2 3. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. എ ഈസ് ഈക്വൽ ടു എന്താണ്? 3 - 1 - 4 2. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്താണ്? 3 - 1 - 4 2 ഈസ് ഈക്വൽ ടു 1 0 0 1
ഇൻറ്റു എ. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പൈവോട്ട് എലമെൻറ്റ് അയാളെ എന്താക്കണം? അതിനെ 1 ആക്കണം. 1 ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി. അപ്പോൾ 1 - 1/3 വരും. -4 and 2 is equal to 1/3 0 0 1. സെക്കൻഡ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി എന്ത് ചെയ്യണം? ഇയാളെ 0 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇതേ പ്ലസ് 4 ഇൻറ്റു റോ 1 ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? റോ 2 ചേഞ്ചസ് ടു റോ 2 പ്ലസ് 4 ഇൻറ്റു റോ 1 ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോ എന്ത് വരും? ഇവിടെ 0 വരും. ദെൻ 2 ഇൻറ്റു, അതായത് 2 പ്ലസ് 4/3 എത്ര വരും? 2 മൈനസ് 4/3 ഇസ് ഈക്വൽ ടു 6 - 4 2/3 എന്ന് വരും. അപ്പോൾ ഇവിടെ 2/3 എന്ന് വരും. ഈസ് ഈക്വൽ ടു എന്താണ്? നമ്മുടെ ഫസ്റ്റ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതാം. ഇനി എന്താ വേണ്ടത്? ഇവിടെ 0 പ്ലസ് 4/3. ഇവിടെ എന്താണ്? 1 പ്ലസ് 0 ആണ്, അപ്പോൾ 1 എന്ന്. ഇനി ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? ഇവിടെ 2/3 ആണ്. ഇതിനെ നമുക്ക് 1 ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ റോ 2 ചേഞ്ചസ് ടു റോ 2 ഇൻറ്റു 3/2 ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ വരും? അപ്പോൾ 1 ഫസ്റ്റ് റോ ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ദെൻ 0 ഇൻറ്റു 3/2 ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് തന്നെ വരും. ദെൻ 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുക, ചേഞ്ചസ് ഒന്നുമില്ല. അടുത്തത് 4/3 ഇൻറ്റു 3/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ആൻസർ വരിക? 2 എന്ന് വരും. ദെൻ 1 ഇൻറ്റു 3/2 അത് വരും 3/2 എന്ന് വരും. അടുത്തത് എന്താണ്? ഈ ഒരു എലമെൻറ്റിനെ 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ കൂടെ 1/3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ റോ 1 ചേഞ്ചസ് ടു റോ 1 പ്ലസ് 1/3 ഇൻറ്റു റോ 2 അപ്പോൾ എന്ത് വരും? 1 0. സെക്കൻഡ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ എന്താണ്? റോ 1 1/3 പ്ലസ് 2/3 ഇസ് ഈക്വൽ ടു 3/3 ഇസ് ഈക്വൽ ടു 1. അടുത്തത് 0 പ്ലസ് 3/2 ഇൻറ്റു 1/3 അപ്പോൾ എന്താ വരിക? 1/2. അപ്പോൾ നമ്മുടെ ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കണം. ഇനി നമുക്ക് എന്ത് എഴുതണം? I ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ എന്ന് എഴുതി കൊടുക്കുക. ദാറ്റ് ഈസ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ദ ഇൻവേഴ്സ് മെട്രിക്സ് എന്താണ്? 1 1/2 2 3/2. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ് മെട്രിക്സ് ആയിട്ട് വരുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. നമ്മുടെ എ ഈസ് ഈക്വൽ ടു എന്താണ്? 2 - 6 1 - 2. നമ്മുടെ ഇക്വേഷൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ ആണ്. അപ്പോൾ 2 - 6 1 - 2 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ ആണ്. ദെൻ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇവിടെ 1 എടുക്കുന്നത്, നമുക്ക് പൈവോട്ട് എലമെൻ്റ് ആരാണ്? 1 ആണ് വേണ്ടത്. സോ നമുക്ക് എന്താണ്? സെക്കൻഡ് റോയിൽ 1 എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റോ 1 ഇൻ്റർചേഞ്ചസ് വിത്ത് റോ 2. അപ്പോൾ 1 - 2 2 - 6 ഇസ് ഈക്വൽ ടു 0 1 1 0 ഇൻറ്റു എ. ദെൻ ഈ ഒരു എലമെൻറ്റ് 0 ആക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? റോ 2 ചേഞ്ചസ് ടു റോ 2 - 2 റോ 1 അപ്പോൾ എന്ത് വരും? 1 - 2 0. ദെൻ എന്താണ്? -6 -6നെ എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത്? -6 - 2 ഇൻറ്റു -2 അപ്പോൾ എന്ത് വരും? -6 + 4 -2 എന്ന് വരും. ഈസ് ഈക്വൽ ടു നമ്മുടെ ഫസ്റ്റ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് റോയിൽ എന്താ ചെയ്യേണ്ടത്? റോ 2 - 2 ഇൻറ്റു റോ 1 0 ആണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ 0 - 2 ഇൻറ്റു 1 അപ്പോൾ -2 ഇൻറ്റു എ.
ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 2-നെ 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്യണം? റോ 2 ചേഞ്ചസ് ടു റോ 2 ബൈ -2 ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 - 2 0 1 ഈസ് ഈക്വൽ ടു 0 1 -1/2 +1 ഇൻറ്റു എ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ 2-നെ നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്താണ്? റോ 1 ചേഞ്ചസ് ടു റോ 1 പ്ലസ് 2 റോ 2. അപ്പോൾ എന്താ വരിക? നമുക്ക് ഫസ്റ്റ് റോ 1 അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ 0 0 1 സെക്കൻഡ് റോ ചേഞ്ചസ് ഒന്നുമില്ല, അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ദെൻ ഇവിടെ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതാം. -1/2 ദെൻ 1 ഇൻറ്റു എ. ഓപ്പറേഷൻ എന്തായിരുന്നു? റോ 1 ആരാണ്? 0 + 2 ഇൻറ്റു -1/2. 2 ഇൻറ്റു ക്യാൻസലായി പോയി -1. ദെൻ സെക്കൻഡ് എലമെൻ്റ് എന്താണ്? 1 + 2 ഇൻറ്റു 1. അപ്പോൾ എന്ത് വരും? 3 എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? അതായത് I is equal to നമുക്ക് A ഇൻവേഴ്സ് ഇൻറ്റു എ ആണ്. സോ A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു -1 3 -1/2 ഇൻറ്റു 1. നമ്മുടെ ആൻസർ A ഇൻവേഴ്സ് എന്താണ്? -1 3 -1/2 ദെൻ 1. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? 12ാമത്തെ ക്വസ്റ്റ്യൻ. A is equal to 6 - 3 -2 1. അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ? A is equal to I ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് 6 - 3 -2 1 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. ദെൻ നമുക്ക് ചെയ്യേണ്ട ട്രാൻസ്ഫോർമേഷൻ എന്താണ്? നമുക്ക് ഈ ഒരു എലമെൻറ്റ് പൈവട്ട് എലമെൻറ്റ് 1 ആക്കി മാറ്റണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? റോ 1 / 2 ചെയ്താൽ മതി. അല്ല 2 അല്ല, റോ 1 / 6 ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? റോ 1 ചേഞ്ചസ് ടു റോ 1 / 6 ദാറ്റ് ഈസ് 1. ഇവിടെ എന്ത് വരും? -1/2 എന്ന് വരും. ഇവിടെ -2 -1 അല്ല +1 ഈസ് ഈക്വൽ ടു 1/6 0 0 1 ഇൻറ്റു എ. ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 0 ആക്കി മാറ്റണം. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? -2 + 2 ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ 1 എടുക്കുന്നുണ്ട്. സോ റോ 2 ചേഞ്ചസ് ടു റോ 2 + 2 റോ 1. അപ്പോൾ എന്താ വരിക? 1 -1/2 0 ദെൻ റോ 2 ആരാണ്? 1 ആണ്. 1 + -1. അപ്പോൾ എന്താ വരിക? ഇവിടെ 0 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഇനി എന്താണ്? ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതുക, ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇതെന്താ? ഇത് 1/3 ആയി മാറും. അപ്പോൾ 0 + 1/3 1/3 ദെൻ ഇവിടെ 1 എന്ന് തന്നെ എഴുതുക. അപ്പോൾ നമുക്ക് എന്താണ്? നമുക്ക് നമ്മുടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇതെന്താണ്? ഈ ഒരു മെട്രിക്സിൽ നമുക്ക് ഇതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതായത് ട്രാൻസ്ഫോർമേഷൻ വഴി എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്തിയപ്പോഴേക്കും നമുക്ക് ഇവിടെ എന്താണ്? ഒരു റോ ഇതിനകത്ത് നിന്ന് ക്യാൻസലായി പോയിട്ടുണ്ട്. അതായത് ഈ സ്ക്വയർ മെട്രിക്സ് എന്താണ്? നമുക്കിപ്പോൾ ഒരു റോ മെട്രിക്സായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ്? നമുക്ക് പഠിക്കാനുണ്ട്. മെട്രിക്സിനകത്തെ ഏതെങ്കിലും ഒരു റോ അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നോ അതിലധികമോ റോസ് കംപ്ലീറ്റ്ലി 0 ആയി വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ 12ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? അതിനെ ഇൻവേഴ്സ് ഇല്ല എന്നാണ്. അപ്പോൾ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. -2 -3 -1 2. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്? A is equal to I into A.
നമ്മുടെ മാട്രിക്സ് 2 മൈനസ് 3 മൈനസ് 1 2 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ. നമുക്കെന്താണ് ഇവിടെ -1 കിടക്കുന്നുണ്ട്. നമുക്ക് പൈവോട്ട് എലമെൻ്റ് എന്താണ് 1 ആണ് വേണ്ടത്. നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ -1 വെച്ചിട്ട് ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ റോ 2 അല്ല, റോ 1 ഇൻ്റർചേഞ്ചസ് വിത്ത് -1 ഇൻറ്റു റോ 2. അപ്പോൾ എന്താ വരിക? -1 -2 2 -3 ഈസ് ഈക്വൽ ടു എന്ത് വരും? ഇവിടെ 0 -1 1 0 ഇൻറ്റു എ. എന്താണ്? ഇയാളെ 0 ആക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? റോ 2 ചേഞ്ചസ് ടു റോ 2 -2 റോ 1 ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് റോക്ക് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതാം. പിന്നെ -3 മൈനസ് എന്താണ്? -2 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? 1 എന്ന് വരും. ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. സെക്കൻഡ് റോയിൽ എന്താണ്? ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്, അതുകൊണ്ട് 1 ഡയറക്റ്റായിട്ട് എഴുതി കൊടുക്കാം. ദെൻ 0 -2 ഇൻറ്റു -1 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? 2 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇയാൾ 0 ആക്കിയാൽ മതി. അതിനെന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്താൽ മതി, 2 കൊണ്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ റോ 1 ചേഞ്ചസ് ടു റോ 1 പ്ലസ് 2 റോ 2. അപ്പോൾ സെക്കൻഡ് റോ അങ്ങനെ തന്നെ എഴുതാൻ, ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ എന്താണ്? ഇത് 0 ആവും. 1 പ്ലസ് ഇവിടെ 0 ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് 1 തന്നെ എടുത്താം. ഇനി ഇവിടെ എന്താണ്? 0 പ്ലസ് 2 R2. അപ്പോൾ എന്ത് വരും? 2 വരും. ഇവിടെ എന്താ വേണ്ടത്? -1 പ്ലസ് 2 ഇൻറ്റു 2. അപ്പോൾ എന്ത് വരും? 3 എന്ന് വരും ഇൻറ്റു എ. അപ്പോൾ നമുക്കിവിടെ ഇൻവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐഡൻറ്റി മാട്രിക്സ് ഇക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു എ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻവേഴ്സ് എന്താണ്? എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 2 3 1 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 13ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 14ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ഈസ് ഈക്വൽ ടു 2 1 4 2. then നമ്മുടെ ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു എ ആണ്. ദാറ്റ് ഈസ് 2 1 4 2 ഈസ് ഈക്വൽ ടു 1 0 0 1 ഇൻറ്റു എ ആണ്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് എലമെൻറ്റ് പൈവോട്ട് എലമെൻറ്റ് 1 ആക്കണം. അപ്പോൾ റോ 1 ചേഞ്ചസ് ടു റോ 1 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 1 1/2 4 2 ഈസ് ഈക്വൽ ടു 1/2 0 0 1 ഇൻറ്റു എ. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് റോ 2 ചേഞ്ചസ് ടു റോ 2 എന്താ? ഈ 4 എന്താണ്? 0 ആക്കണം. റോ 2 മൈനസ് 4 റോ 1. എന്ത് വരും? നമ്മുടെ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ എഴുതാം, ചേഞ്ചസ് ഒന്നുമില്ല. ഇവിടെ 0 വരും. ദെൻ 2 മൈനസ് 4 ഇൻറ്റു 1/2. അപ്പോൾ എന്താ വരിക? ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 എന്ന് വരും. 2 മൈനസ് 2 എന്താണ്? 0 ആണ്. ഇസ് ഈക്വൽ ടു നമുക്ക് ചെയ്യേണ്ട ഓപ്പറേഷൻ എന്താണ്? റോ 1ന് ചേഞ്ചസ് ഒന്നുമില്ല, അതങ്ങനെ തന്നെ എഴുതുക. അപ്പം എന്ത് വരും? 4 ഇൻറ്റു 1/2 എന്താണ്? 2 ആണ്, അത് എഴുതി കൊടുക്കുക. പിന്നെ എന്താണ്? ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അടുത്ത എന്താണ്? 1 അല്ലേ? 1 മൈനസ് 0 ആണ്, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അത് തരുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനത്താണ്? ഇപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഒരു റോ കംപ്ലീറ്റ് ആയിട്ട് 0 ആയി മാറിയിട്ടുണ്ട്. സോ എന്താണ്? ഇൻവേഴ്സ് ഓഫ് എ ഡസ് നോട്ട് എക്സിസ്റ്റ്. അതാണ് എൻ്റെ ആൻസർ വരുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക.
അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.